നമ്മുടെ നീറ്റ് എക്സാമിന് NCERT വായിക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം എല്ലാവരും പറയുന്നുണ്ടാവും NCERT വായിക്കണം. പക്ഷേ ഈ NCERTനെ എങ്ങനെ ഓരോ ലൈൻ മനസ്സിലാക്കി ലൈൻ ബൈ ലൈൻ വായിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബയോളജിയുടെ കാര്യത്തിൽ നോക്കിയാൽ ഒരു 90 to 95% ക്വസ്റ്റ്യൻസും നമ്മുടെ NCERTയുടെ ലൈൻസ് അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി തന്നിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ആ ഓരോ ലൈൻസിലും ഓരോ കോൺസെപ്റ്റ് ആയിരിക്കും ഒളിച്ചിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ലൈൻ ബൈ ലൈൻ വായിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം NCERT ഒരു സിംഗിൾ റീഡിങ്ങിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. അതൊരു മൾട്ടിപ്പിൾ ടൈംസ് അത് വായിക്കണം. അപ്പോൾ അത് ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ പറയുന്നുണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പറയുന്നതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ടെക്സ്റ്റ് ബുക്ക് പല കളേഴ്സ് വെച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്യും. ഞാനും പണ്ട് ചെയ്തിരുന്നൊരു മിസ്റ്റേക്കാണിത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ചില പോയിൻറ്റ്സ്, ചിലപ്പോൾ ചില വാല്യൂസ്, ചിലപ്പോൾ യൂണിറ്റ്സ്, ഇതൊക്കെ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കാനും നമ്മളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മളത് വിട്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഹൈലൈറ്റേഴ്സ് പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗ്രീൻ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ്, നമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ പിങ്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ മറന്നു പോകുന്ന കോൺസെപ്റ്റ് അത് നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മറന്നു പോകുന്നതാണ്. അത് നിങ്ങൾക്ക് ആ റെഡ് കളർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൈലൈറ്റേഴ്സ് നമ്മൾ സ്മാർട്ടായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ്, നമ്മൾ റിപ്പീറ്റഡ് റീഡിങ്ങിൻ്റെ സമയത്ത് നമുക്കത് ഓരോ ക്ലൂസ് തരും. ആൻഡ് നമ്മൾ അത് എക്സാമിനൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും അത് ഏത് കളറാണ്, അത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് റീഡിങ് ചെയ്യുമ്പം ഒരു കാരണവശാലും ഹൈലൈറ്റേഴ്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പെൻസിലോ പെന്നോ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകരുത്. ആദ്യം നിങ്ങൾ ആ വായിക്കുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിരിക്കണം. ഇനി രണ്ടാമത്തെ തവണ വായിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ തവണ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് തേർഡ് ടൈം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ടേബിൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡയഗ്രാംസ് ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കാം, അല്ലാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് PDF നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇനി റിപ്പീറ്റഡ് വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തതാണ് നമ്മൾ ഈ NCERTയിൽ നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഡയഗ്രാംസിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടേബിളിലുള്ള വാല്യൂസ്. പ്രത്യേകിച്ച് +1 ഒക്കെ ബയോളജിയിൽ ഈ ബയോമോളിക്യൂൾസിൻ്റെ സെക്ഷനിലൊക്കെ ഒത്തിരി ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെ വാല്യൂസിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ തവണ വായിക്കുന്ന സമയത്തും ഈ ഡയഗ്രാംസും അതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും മറന്നു പോകുന്ന ഏതെങ്കിലും വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സർക്കിളൊക്കെ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ PYQs ചെയ്യല്ലോ. ചാപ്റ്ററൊക്കെ പഠിച്ച് കോൺസെപ്റ്റൊക്കെ ചെയ്ത് ഒരു തവണ നമ്മൾ റിവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ PYQസിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് കിടക്കും. അതിൽ നിങ്ങൾ PYQs ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബയോളജിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് NCERTയുടെ അതേ ലൈൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഏരിയ ഏതാണോ അത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. അതായത് ഇത് ഈ വർഷം ചോദിച്ചിട്ടുള്ള PYQ ആണ് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ PYQ ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് മാർക്കിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ വേറെ ഏതെങ്കിലും ഒരു കളർ പെന്ന് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് PYQ എന്ന് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ പിന്നീട് NCERT വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന്, നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണെന്നുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ NCERTനെ വായിക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലെക്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ കാണുമ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ ചില പോയിൻറ്റ്സ് നമ്മൾ NCERTയിൽ ഉള്ള കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കുറച്ചൊരു എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ പറയും. അതുകൂടെ പറഞ്ഞാലായിരിക്കും നമുക്ക് ഈ NCERTയിലുള്ള കോൺസെപ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക. അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കി നോട്ട് ഉപയോഗിച്ചിട്ട് സൈഡിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് സൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെ ഷോർട്ടായിട്ട് സൈഡിൽ എഴുതി വെക്കാം. ഒരിക്കലും എസ്സേ കണക്കിന് അവിടെ എഴുതി വെക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ NCERTനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം പോലും വരില്ല. അത്രയും അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിനും അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ NCERT നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.